السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه وجنوده وساداتنا أبي بكر وعمر وعثمان وعلي وصائر الصحابة والقرابة وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി മഹാനവറുകളെ അനുസ്മരിക്കേണ്ട, മഹാനവറുകളെ തവസ്സുലാക്കേണ്ട മജ്ലിസ് റമളാൻ ഷരീഫ് 21-നാണല്ലോ മഹാനവറുകളുടെ വഫാത്ത് ദിനം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ ബർക്കത്തുകൊണ്ട്, അവസാനത്തെ 10 ഓരോ രാവുകൾ ബർക്കത്തുകൊണ്ട്, പ്രത്യേകിച്ചും 21-ാം രാവ്, അതുപോലെ എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, പ്രത്യേകിച്ചും എല്ലാ സ്വഹാബത്തുൽ കിറാം, പ്രത്യേകിച്ചും സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും ഇത്ഖും മിനന്നാർ എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുവീട്ടിലും വിജയം ഉള്ളവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ പെടുത്തട്ടെ. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെക്കുറിച്ച് പറയുമ്പോൾ, മൗല അലി നവാരി തെരി നീന്ത് പർ നമാസ് और वो भी असर सबसे जो आला ख़तर की है. ഖാദിയാദ് റഹിമുള്ള ഷിഫയിലൊക്കെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ച് ബഹുമാനിച്ച് അലി റളിയല്ലാഹു അൻഹു അസർ നമസ്കാരം സമയം മടിയിൽ കിടന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് സൂര്യനെ, അസ്തമിച്ച സൂര്യനെ വീണ്ടും ഉദിപ്പിച്ചത് എല്ലാം ചരിത്രപ്രസിദ്ധമായ ഒരുപാട് അയിമ്മത്ത് രേഖപ്പെടുത്തിയതാണ്. അതുപോലെ അലി റളിയല്ലാഹു അൻഹു അയിമ്മത്തു അഹ്ലി ബൈത്ത് ത്വാഹിരീൻ അവരുടെ കൂട്ടത്തിൽ ഒന്നാമനാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, ഈ ഉമ്മത്തിലെ ഏറ്റവും മഹത്വമുള്ള ഖുലഫാഉൽ അർബഅ, അതിൽ 4ാമത്തെ വ്യക്തിത്വവും കൂടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മഹാന്മാരായ സ്വഹാബത്തിനെ സംബന്ധിച്ച് അഖീദയുടെ സർവ്വ ഇമാമിങ്ങളും പറഞ്ഞതുപോലെ, വനുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ നുഫ്രിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും വലാ നതബറഉ മിൻ അഹദിൻ മിൻഹും വനുബ്ഗിളു മൻ യബ്ഗിളുഹും വബിഗൈരിൽ ഖൈരി യദ്കുറുഹും വലാ നദ്കുറുഹും ഇല്ലാ ബിഖൈർ വഹുബ്ബുഹും ദീനുൻ വഈമാനുൻ വഇഹ്സാൻ വബഗ്ളുഹും കുഫ്റുൻ വനിഫാഖുൻ വതുഗ്യാൻ. ബഹുമാനപ്പെട്ട ഇമാം ത്വഹാബി റഹ്മത്തുള്ളാഹി അലൈഹി അൽ അഖീദത്തു ത്വഹാബിയയിൽ പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെ നാം സ്നേഹിക്കണം. പക്ഷേ ആ സ്നേഹത്തിൽ ഇഫ്രാത്തും തഫ്രീത്തുമില്ലാതെ ഒരു സ്വഹാബിയെ സ്നേഹിക്കുമ്പോൾ മറ്റു സ്വഹാബത്തെ നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം, അതൊന്നുമില്ലാതെ നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അദാവത്ത് വെച്ച് അലി റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഷിയാക്കളെ പോലെ ഒരിക്കലും ആകാൻ പറ്റില്ല. അതുപോലെ അലി റളിയല്ലാഹു നിസ്സാരപ്പെടുത്തുന്ന ഖവാരിജിനെ പോലെയും ആകാൻ പറ്റില്ല. നാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഉമ്മത്തും വസത്ത, ഇഫ്രാത്ത് തഫ്രീത്തിനെ തൊട്ട് ശുദ്ധന്മാർ, എല്ലാ സ്വഹാബത്തിനെയും ആദരിക്കണം, ബഹുമാനിക്കണം. അതുകൊണ്ട് എല്ലാ സ്വഹാബികളോടും നാം നല്ല നിലയിൽ സംസാരിക്കണം. അതുകൊണ്ട് അവരോട് ദേഷ്യം വെക്കുന്നവരോട് നമ്മൾ ദേഷ്യം വെക്കണം. അവരെക്കുറിച്ച് ഖൈറല്ലാത്തവർ പറയുന്നവരെക്കുറിച്ചും നമുക്ക് ദേഷ്യം വെക്കണം. നാം ചെയ്യേണ്ടത് ആ സ്വഹാബത്തിനെ കുറിച്ച് ഖൈറല്ലാതെ സംസാരിക്കാൻ പറ്റില്ല. സ്വഹാബത്തിനെ സ്നേഹിക്കലാണ് ദീനും ഈമാനും ഇഹ്സാനും എല്ലാം ഉള്ളത്. ആ സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നത്, സ്വഹാബത്തിനോട് ദേഷ്യം വെക്കുന്നത്, അത് കുഫ്റും നിഫാഖും തുഗ്യാനാണ് എന്ന് അൽ അഖീദത്തു ത്വഹാബിയ 8ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല, ഖാദിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷിഫയിലൊക്കെ രേഖപ്പെടുത്തതായി കാണാം, മൻ ശതമ അഹദ മിൻ അസ്ഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ ഔ ഉമറ ഔ ഉസ്മാൻ ഔ മുആവിയ ഔ അംർ ബിൻ ആസ് ഫഇൻ ഖാല കാനു അലാ ളലാലിൻ വകുഫർ ഖുതില വഇന്ന ശതമഹും ബിഗൈരി ഹാദാ മിൻ മുശാത്തമത്തിൻ നാസ് നകാലൻ ശദീദ. അതായത് ഖാദിയാദ് റഹ്മത്തുള്ളാഹി ഷിയാക്കളെ പോലത്തെ പിയച്ച വിഭാഗത്തിനെ ശക്തമായി എതിർത്തുകൊണ്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ചീത്ത പറഞ്ഞാൽ, മഹാന്മാരായ
അലി റളിയല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് സദ്ദീഖ് റളിയല്ലാഹു, ഉമർ റളിയല്ലാഹു, ഉസ്മാൻ റളിയല്ലാഹു, മുആവിയ റളിയല്ലാഹു അൻഹു പോലത്തെ മഹത്തുക്കളെ ആക്ഷേപിക്കുകയാണെങ്കിൽ, ചീത്ത പറയുകയാണെങ്കിൽ, ആ സ്വഹാബത്തിനെ തള്ളിപ്പറയുകയാണെങ്കിൽ അവരോടുള്ള വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശിഫയിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് മഹാന്മാരായ ഖുലഫാഉൽ അർബ. ഖുലഫാഉൽ അർബയിൽ ഏറ്റവും മഹത്വമുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു. ഈ തർത്തീബിലാണ് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയത്. സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും റളിയല്ലാഹു അൻഹുമ അവരുടെ ഖിലാഫത്തിന്റെ തർത്തീബും, അതുപോലെ അതിന്റെ ശേഷമുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ആ തർത്തീബും മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ലാ സൈഫ ഇല്ലാ ദുൽഫിഖാർ വലാ ഫത ഇല്ലാ അലിയുൽ ഖറാർ എന്ന് അർ-റൗദുൽ അൻഫ് 3-ാം വാല്യം 288-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അലി റളിയല്ലാഹുവിന്റെ അനുസ്മരണമായതുകൊണ്ട് പ്രത്യേകിച്ചും നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുക്ക് 18ഓളം വരുന്ന മൻഖബത്തുകൾ, അവരുടെ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാകാൻ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുക്ക് അള്ളാഹു വല്ലാത്തൊരു ഭാഗ്യമാണ് കൊടുത്തത്. മാത്രമല്ല ഖൈബർ യുദ്ധത്തിന്റെ വിജയം ഫാത്തിഹ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാരണം കൊണ്ടാണ് ഉണ്ടായതെന്നും മാത്രമല്ല പള്ളിയിൽ മറ്റുള്ളവർക്ക് താമസിക്കൽ ഹറാമുള്ള സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുക്ക് ജായിസായ സംഭവങ്ങളൊക്കെ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുക്ക് പ്രത്യേകമുള്ള മഹത്വങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ശൈബ റളിയല്ലാഹു അൻഹു മുസന്നഫ് ഇബ്നു അബി ശൈബ ഫളായിൽ അലി ഇബ്നു അബീ ത്വാലിബ് 7-ാം വാല്യം 500-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും മാത്രമല്ല ഖിലാഫത്ത് ഖലീഫയാക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശേഷം നുബൂവത്തിന്റെ ശേഷം നിയാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയാബത്ത് മുത്ലഖയായി അവിടുത്തെ നായിബുകളായി ഖലീഫമാരായ ഖിലാഫത്തിന്റെ ആളുകൾ, ഇമാമത്തുൽ ഖുബ്ര ഉള്ള ആളുകൾ, അവർ ദീനിയായ വിഷയത്തിലും ദുനിയാവിയായ വിഷയത്തിലും ശരീഅത്ത് പഠിപ്പിച്ച നിലപ്രകാരം അവർ എല്ലാ വിഷയത്തിലും കൈകാര്യം ചെയ്യുക. അതേ സ്ഥാനത്ത് അവരെ വഴിപ്പെടൽ നിർബന്ധമാണെന്നും മഅസിയത്തിൽ അവരോട് വഴിപ്പെടാൻ പാടില്ല എന്നൊക്കെ പരിശുദ്ധ ഖുർആനും ഹദീസും അയിമത്തിന്റെ വാക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ 59-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അത് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദുദ്ദീൻ നസഫി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ തഫ്സീറിൽ പറഞ്ഞു, വദല്ലത്തിൽ ആയത്തു അലാ അന്ന ത്വഅത്തുൽ ഉമറാഇ വാജിബത്തുൻ ഇദാ വാഫഖുൽ ഹഖ ഫഇദാ ഖാലഫൂഹു ഫലാ ത്വഅത ലഹും ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ത്വഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഈ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടു ഇതാഅത്ത് നിർബന്ധമുള്ളത് അതേ സ്ഥാനത്ത് അള്ളാഹുവിനിക്ക് മാറി കാണിച്ചിട്ട് സൃഷ്ടിക്ക് വഴിപ്പെടാൻ പാടില്ല എന്ന വിഷയങ്ങളൊക്കെ ധാരാളം പറഞ്ഞത് കാണാം. ഒരുപാട് ഹദീസുകളിലും ഖിലാഫത്തിന്റെ വിഷയങ്ങൾ, സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. വിശദമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അർ-റിയാദുൻ നദ്റ ഫീ മനാഖിബിൽ അശറ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ഇമാം മുഹിബുദ്ദീൻ തബരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത്, അതുപോലെ ഇമാം സുയൂത്തി തങ്ങൾ എഴുതിയത് താരീഖുൽ ഖുലഫ അലാ ഹദറത്ത് ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹു എഴുതിയ ദവാമുൽ ഐശി ഫിൽ ഐബത്തി മിൻ ഖുറൈശ് ഗായത്തുൽ തഹ്ഖീഖ് ഫി ഇമാമത്തിൽ അലി വ സുദ്ദീഖ് എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായി പറഞ്ഞു കാണാം. മാത്രമല്ല അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം, പ്രത്യേകിച്ചും മുബാഹലയുടെ ആയത്ത് നജ്റാനിൽ വെച്ച് നടന്ന സൂറത്ത് ആലി ഇമ്രാൻ 61-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. നജ്റാൻ നടന്ന സംഭവം നസ്രാനിയായ ആളുകൾ പറഞ്ഞത് ഇന്നി ലഅറ ഉജൂഹൻ ലൗ സഅലുല്ലാഹ അൻ യുസീല ജബലൻ മിൻ മകാനിഹി അൻ യുസീല, അതായത് പർവ്വതങ്ങൾ പോലത്തെ ആളുകൾ അവരൊരു പർവ്വതം നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല പർവ്വതം നീക്കിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞ അത്ര മഹത്വമേറിയ അഹ്ലു ബൈത്തിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആ മുബാഹലത്തിന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതുപോലെ ആ മഹാന്മാരായ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നി താരിക്കും ഫീക്കും മാ ഇൻ തമസ്സക്തും ബിഹി ലൻ തളില്ലു ബഅദി അഹദുഹുമാ അഅളമു മിനൽ ആഖിരി കിതാബുല്ലാഹി ഹബ്ലും മംദൂദ് മിനസ് സമാഇ ഇലൽ അർദ് വ ഇത്രതി അഹ്ലു ബൈതി വലൻ യതഫറഖാ ഹത്താ യരിദ അലിയൽ ഹൗള ഫൻദുറു കൈഫ തഖ്ലുഫൂനി ഫീഹിമാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ പഠിപ്പിച്ചത് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു
അവിടുത്തെ സുനനു തുർമുദി അബ്വാബുൽ മനാഖിബ് ബാബും ഫി മനാഖിബി അഹ്ലി ബൈത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 859 പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ ഒരുപാട് ഇമാമിയങ്ങളുടെ പിതാവ്, അതായത് ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ഭർത്താവായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി മഹാനവറുകൾ വഫാത്തായ ദിനമാണ് പരിശുദ്ധ റമളാൻ 21. ആ അലി റളിയല്ലാഹുവിനെ അനുസ്മരിക്കേണ്ടതുണ്ട്. അലി റളിയല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടുകൂടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അഹ്ലു ബൈത്തിന്റെ ഇമാമുൽ അവ്വലും അതോടുകൂടെ 4ാം ഖലീഫയായ ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റജബ് 13 38 ഹിജ്റ ആമുൽ ഫീലിനാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചിട്ടുള്ളത്. മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 8 വയസ്സ് 10 വയസ്സിലാകുമ്പോൾ ഇസ്ലാം സ്വീകരിച്ചതും മാത്രമല്ല ബഹുമാനപ്പെട്ടവർക്ക് 25 വയസ്സുണ്ടാകുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതും മാത്രമല്ല യുദ്ധവേളയിൽ സീറത്ത് ഇബ്നു ഹിഷാമിലൊക്കെ കാണാം, യുദ്ധവേളയിൽ ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിഹി എന്ന് സൂചിപ്പിച്ച ആ യുദ്ധത്തിൽ ഒരു ശബ്ദം ലാ സൈഫ ഇല്ലാ ദുൽഫിഖാർ വലാ ഫതാ ഇല്ലാ അലിയുൻ എന്ന പുണ്യവാക്ക് അങ്ങനെ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് മുഹമ്മദ് ബിൻ യൂസുഫ് ദിമഷ്ഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുബുലുൽ ഹുദാ വർ റഷാദിലും അതുപോലെ അബുൽ ഖാസിം സുഹൈലി റഹ്മത്തുള്ളാഹി അലൈഹി അർ റൗലുൽ അൻഫ് 3-ാം വാല്യം 288 പേജിലൊക്കെ രേഖപ്പെടുത്തതായി കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് 18 ആമക്കളും 18 പെമ്മക്കളാണുള്ളത്. ആമക്കള് ഇമാം ഹസൻ, ഇമാം ഹുസൈൻ, അതുപോലെ സയ്യിദ് മുഹസിൻ, ഈ 3 ആമക്കൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുണ്ടായ. അതുപോലെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ജഅഫർ, അഖീൽ, അബ്ബാസ്, മുഹമ്മദ്, സ്വാലിഹ്, ത്വാഹിർ, മുത്തഹിർ, ഔന്, അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ് അസ്ഗർ, അതുപോലെ ഫദ്ൽ റഹിമഹുമുല്ലാ. ഇങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 18 ആമക്കളും അതുപോലെ 18 പെമ്മക്കൾ ഉമ്മു കുൽസുമുൽ കുബ്ര, ഉമ്മു കുൽസുമു സുഗ്റ, സൈനബുൽ കുബ്ര, സൈനബു സുഗ്റ, ഉമ്മു സൽമ, ഉമ്മു ഫഖീഹ്, മൈമൂന, ഉമ്മു അബ്ദുല്ല, ഉമ്മു ഹസൻ, ഖദീജ, ആമിന, ഫാത്തിമ, ഉമ്മുൽ ഖൈർ, ഉമ്മുൽ കിറാം, ഉമ്മു ഹാനി, ഉമ്മു ജഅഫർ, റുഖയ്യ, ഹുമയ്യ റളിയല്ലാഹു അൻഹും ഇങ്ങനെ തുടങ്ങിയ 18 പെമ്മക്കളും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുക്ക് ഉണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ശേഷമാണ് ഫാത്തിമ ബീവി ഉണ്ടായിരിക്കെ മറ്റൊരു വിവാഹം ചെയ്യൽ ഹറാമാണ് എന്നതിലൊക്കെ ഒരുപാട് തെളിവുകൾ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ശേഷം ഹനഫിയത്ത് പോലത്തെ സ്ത്രീയെ വിവാഹം ചെയ്തതും ഏതായാലും അതിൽ എല്ലാം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സന്താനങ്ങൾ ഹസൻ വ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവരുടെ മാതാവാണല്ലോ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് അവരുടെ മക്കൾക്ക് ബനി ഫാത്തിമ എന്നും അത് പ്രത്യേകിച്ചും അഹ്ലു ബൈത്ത് എന്നൊക്കെ പറയും. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മറ്റു മക്കളായ മുഹമ്മദ്, ഹനഫിയ, അതുപോലെ അബ്ബാസ്, ഉമർ അവരുടെ സന്താന പരമ്പരക്കാരാണ് അലവികൾ എന്ന് പറയാറുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അലവി സാദാത്തുൽ ഹസനിയ ഹുസൈന ലോകത്തിന്റെ നാനാഭാഗത്തുമുണ്ട്. അഹ്ലു ബൈത്ത് ഹസനി സാദാത്യങ്ങളും ഹുസൈനി സാദാത്യങ്ങൾ ലോകത്തിന്റെ നാനാഭാഗം, നമ്മുടെ മലബാറിലും പരിസരത്ത് തന്നെ 60-ലേറെ കബീലക്കാർ ഇതാ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെ കബീലകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ആദ്യമായി ഇന്ത്യയിൽ സാദാത്തുൽ ജീലാനിയ, അതുപോലെ കേരളത്തിൽ മലബാറിൽ ആദ്യമായി വന്ന ബുഖാരി സാദാത്യങ്ങൾ, ജലാലുദ്ദീൻ വളപട്ടണം അടക്കമുള്ള സർവ്വ മഹത്തുക്കൾ ആ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അതേപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മറ്റു മക്കളുടെ സന്താന പരമ്പര തവാരിഖ് ജഹാനിയ അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം. അഷെയ്ഖ് ഷാ ദൗല റഹ്മാൻ ഏലജ്പൂരി എന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സന്താനപ്പെട്ട ആള്, ബഹുമാനപ്പെട്ടവർ 391 ഹിജ്റയിൽ ഗസ്നീനിൽ വന്ന മഹാൻ. ജിഹാദുർ റഹ്മാൻ പോലത്തെ ഗ്രന്ഥങ്ങൾ കാണാം. സുൽത്താൻ നാസിറുദ്ദീന്റെ മകളെയാണ് ബഹുമാനപ്പെട്ട നിക്കാഹ് ചെയ്തത്. അങ്ങനെ മഹാനായ ഷാ ദൗല റഹ്മാൻ ഏലജ്പൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവസാനം മഹാനവറുകൾ വഫാത്തായി 392 ഹിജ്റ റബീഉൽ അവ്വൽ 11 ഷഹീദാവുകയും ഏലജ്പൂർ എന്ന സ്ഥലത്ത് മഹാനവറുകൾ മറവിട്ട് കിടക്കുന്നു. താരിഖ് അംജദി സയ്യിദ് അംജദ് ഹുസൈൻ എന്നിവരൊക്കെ ഏലജ്പൂർ അവിടെ വിശദമായിട്ട് മഹാനവറുകൾ രേഖപ്പെടുത്തതായി കാണാം. അതോടുകൂടി സയ്യിദ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു സന്താനപ്പെട്ട മഹാൻ മൗലാന മീർ ഷുജാഉദ്ദീൻ ഹൈദരാബാദി റഹ്മത്തുള്ളാഹി അലൈഹി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാനാണ്. മഹാനവറുകൾ ഹൈദരാബാദിൽ ഒരുപാട് കാലം താമസിക്കുകയും അങ്ങനെ അവസാനം മുഹറം 4 1265 ഹിജ്റയിൽ ഹൈദരാബാദിൽ വഫാത്താവുകയും ഹൈദരാബാദിൽ മറവിട്ട് കിടക്കുകയും ചെയ്തു. ഹയാത്തുൽ ഉലമ പോലത്തെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തദ്കിറത്തുൽ അൻസാബ്
4 മുതൽ 96 പേജ് വരെ വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനങ്ങളിൽപ്പെട്ട സയ്യിദ് സാലാർ മസ്ഊദുൽ ഗാസി ഷഹീദ്, അതായത് ബഹുമാനപ്പെട്ട സുൽത്താനു ഷഹീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബെഹ്റായി ഷരീഫിൽ മറവട്ടെടുക്കുന്ന അജ്മീർ ഖാജ റളിയല്ലാഹു ഇന്ത്യയിൽ വരുന്ന 200 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്ന വലിയ മഹാനാണ് സയ്യിദ് സാലാർ മസ്ഊദുൽ ഗാസി റഹ്മത്തുള്ളാഹി അലൈഹി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനങ്ങളിൽപ്പെട്ട മഹാനാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ടവരുടെ പിതാവ് സയ്യിദ് മഹ്മൂദ് മീർ സാഹു എന്ന് പറയുന്ന ആ മഹാനവറുകളുടെ കൂടെയാണ് ഇന്ത്യ രാജ്യത്തിൽ വന്നതും അജ്മീരിൽ കുറച്ചു കാലം താമസിക്കുകയും അങ്ങനെ മഹ്മൂദ് ഗസ്നവി റഹ്മത്തുള്ളാഹി അലൈഹി, സുൽത്താൻ മഹ്മൂദ് ഗസ്നവിയുടെ സഹോദരി പുത്രനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സാലാർ മസ്ഊദുൽ ഗാസി. സുൽത്താൻ മഹ്മൂദ് സിബ്കത്ഗീൻ എന്നിവരുടെ സഹോദരിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സാലാർ മസ്ഊദ് ഗാസിയുടെ ഉമ്മ. ആ സയ്യിദ് സാലാർ മസ്ഊദുൽ ഗാസി റഹ്മത്തുള്ളാഹി അലൈഹി റജബ് 21 405 ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ സാലാർ ഭാഗത്തും ഒരുപാട് പ്രവർത്തനം നടത്തുകയും റജബ് 14 424 ബഹുമാനപ്പെട്ടവർ ഷഹീദായി. ഉത്തർപ്രദേശിലെ ബെഹ്റായി ഷരീഫിലാണ് മഹാനവറുകൾ മറവട്ട് കിടക്കുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട മീർ മുഹമ്മദ് യൂസുഫ് അലവി സക്ന നാസിക്, അതായത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനങ്ങളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ടവർ. മാത്രമല്ല മീർ സയ്യിദ് ഷറഫുദ്ദീൻ ഹുസൈൻ അവരുടെ മകൻ, അങ്ങനെയുള്ള മഖ്ദൂം ഷെയ്ഖ് ബെഹ്കാരി റഹ്മത്തുള്ളാഹി സയ്യിദ് മുഹമ്മദ് യൂസുഫ് അലവി 1224 ഹിജ്റയിൽ വഫാത്തായി. ബഹുമാനപ്പെട്ടവർ ദാരിഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത്, നാസിക്കിന്റെ അടുത്തുള്ള ആ സ്ഥലത്തിൽ മഹാനവറുകൾ മറവട്ടെടുക്കുന്നു. വിശദമായി തദ്കിറത്തുൽ മശായിഖ്, അതുപോലെ തദ്കിറത്തുൽ അൻസാബ് 98 പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ മഖ്ദൂം ഷെയ്ഖ് ബഹ്കഹാരി അൽ കാക്കൂർവി റഹ്മത്തുള്ളാഹി ഉംദത്തു സ്വഹായിഫ് പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാനാണ് മഖ്ദൂം ഷെയ്ഖ് ബഹ്കഹാരി. മഹാനവറുടെ പേര് മഖ്ദൂം ഷെയ്ഖ് നിളാമുദ്ദീൻ എന്നാണ്. ഷെയ്ഖ് ബഹ്കഹാരി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ ഔലിയാക്കള് വലിയ മഹാനാണ്. ഡൽഹിയിൽ മറവട്ടെടുക്കുന്ന ഖ്വാജ നിസാമുദ്ദീൻ ഔലിയുടെ ആ മഖബറത്തു ഷരീഫിന്റെ അടുത്ത് മശായിഖ് റൽവിയിൽപ്പെട്ട വലിയ മഹാനാണ് സയ്യിദ് ഇബ്രാഹിം ഏർജി തങ്ങൾ. അവരുടെ മുരീദാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് നിളാമുദ്ദീൻ മഖ്ദൂം ഷെയ്ഖ് ബഹ്കഹാരി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ട 981 ദുൽഖഅദ 9 മഹാനവർ വഫാത്തായി. മഹാനവരുടെ മഖബറത്തു ഷരീഫ കാക്കൂറിലാണ്. അല്ലാഹു തആല ആ മഹാന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഉംദത്തു സ്വഹായിഫ്, അതുപോലെ തദ്കിറത്തുൽ അൻസാഫ് 98 മുതലായ ഗ്രന്ഥങ്ങളിൽ മഹാനവറുകളെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മൗലാന അഷെയ്ഖ് മുഹമ്മദ് അലിയുൽ ഹബീബ് പെഹൽവാരി എന്ന് പറയുന്ന മഹാൻ, ഉസ്വത്തുൽ ഹസന പോലത്തെ ഗ്രന്ഥങ്ങളിൽ മഹാനവറുകളുടെ നസബ് കാണാം. സയ്യിദ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാനാണ്. മാത്രമല്ല സാദാത്ത് ജഅഫരി സൈനബിയിൽപ്പെട്ട ആളാണ്. അതായത് ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൾ ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു മകനാണ് വിവാഹം ചെയ്തത്. അബ്ദുല്ലാഹിൽ മഹൽ എന്നിലേക്ക് ചേർത്തപ്പെടുന്ന, അതുകൊണ്ട് ജഅഫരി സൈനബി എന്ന പേരിൽ അറിയപ്പെടുന്നു. നിലാംപുറത്തിൽ ബഹുമാനപ്പെട്ടവരുടെ കുടുംബങ്ങളൊക്കെ ധാരാളം താമസിച്ചിരുന്നു. ഉസ്വത്തുൽ ഹസന എന്ന പേരിൽ ഗ്രന്ഥത്തിൽ കാണാം. ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലി ഹബീബ് പെഹൽവാരി സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാനാണ്. അങ്ങനെയുള്ള ഒരുപാട് സാദാത്യങ്ങൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മക്കൾ, അതുപോലെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ മക്കളായി സയ്യിദുന ഹസൻ റളിയല്ലാഹുവിന്റെ മക്കൾ, ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു മുതലായ ഒരുപാട് സാദാത്യങ്ങളും, അതുപോലെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട ഒരുപാട് മഹാന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തും മറവട്ട് കിടക്കുന്നു. അല്ലാഹു തആല മഹാന്മാരുടെ ദർജാത്ത് ഉയർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു മഹാനവറുകൾ റമളാൻ 21 കൂഫയിൽ ഇബ്നു മുൽജിബിന്റെ കയ്യിലായിട്ട് മഹാനവറുകൾ ഷഹീദായി. അല്ലാഹു തആല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ദറജാത്ത് ഉയർത്തി. ബാബു മദീനത്തിൽ ഇൽമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കൊക്കെ നാഫിയ ഉലൂം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവർ റമദാൻ 40 ഹിജ്റ 21 തിങ്കളാഴ്ച ദിവസം അബ്ദുറഹ്മാൻ മുൽജിം എന്ന ആളുടെ വാളിൽ ബഹുമാനപ്പെട്ട ഒരു കൂഫയിൽ ഷഹീദായി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന് 63 വയസ്സാണ്. നജഫ് അഷ്റഫ് അല്ലാഹു തആല മറവട്ടെടുക്കുന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും സർവ്വ മഹത്തുക്കളുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. അവരൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ തവസ്സുലാക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ അവസാനത്തെ 10 അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരുടെ ദറജാത്ത് ഉയർത്തട്ടെ. അതുപോലെ റമളാൻ ശരീഫിലെ വഫാത്തായ ഫാത്തിമ
ഫാത്തിമ ബിബി, ആയിഷ ബിബി, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ, ബദർ ശുഹദാക്കൾ റളിയല്ലാഹു അൻഹും, അതുപോലെ റമദാൻ 24 ഇമാദുദ്ദീൻ അലി ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള സർവ്വ മഹാന്മാരുടെ ദർജാത്ത് അല്ലാഹു ഉയർത്തി അവരൊക്കെ ബറക്കത്തുള്ള അല്ലാഹു നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും ഖൈറും ലതുഫും ആഫിയത്തും നൽകി ആ മഹത്തുക്കളോടുകൂടെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.